പുതപ്പിൻ്റെ കീഴിലോട്ട് ചുരുട്ടിയിട്ട് പറഞ്ഞ് എൻ്റെ പൊന്നാര മുത്തേ ഇന്ന് ഉറങ്ങിക്കോട്ടെ. ഓള് പറയും വേണ്ടക്ക, ഇന്നലെ വരെ നിങ്ങൾ നിസ്കരിച്ചോ നിസ്കരിച്ചില്ല എനിക്കറിയില്ല, പക്ഷെ ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ എൻ്റെ ഭർത്താവ്, എഴുന്നേറ്റേ പറ്റൂ. കാലിൽ പിടിച്ചിട്ട് കരഞ്ഞിട്ടാണെങ്കിൽ അവൾ എഴുന്നേറ്റിപ്പിക്കും. കൊണ്ടുപോയി കുളിപ്പിച്ച് ഒളിവെടുപ്പിച്ചിട്ട് കൊണ്ടുവന്ന് മുസല്ലയിലിരുത്തും. അപ്പോഴാ സുബഹിക്ക് ബാങ്ക് വിളിക്കണേ, ഇക്ക നിങ്ങൾ ഇന്ന് പള്ളിയിൽ പോണ്ട, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, ഇക്ക ഇന്ന് പള്ളിയിൽ പോണ്ട, ഇക്ക നമുക്ക് രണ്ടുപേർക്കും ജമാഅത്തായി നിസ്കരിക്കാമല്ലോ, എൻ്റെ ഇക്ക ഇന്ന് ഇമാമത്ത് നിൽക്ക്, ഞാൻ ആദ്യമായിട്ട് ഇക്കാടെ പുറകിൽ നിന്ന് നിസ്കരിക്കട്ടെ. എൻ്റെ ചങ്ങാതി, ഇത് പറഞ്ഞത് സിനിമാ കഥയല്ലടാ, ഇതാടാ സാലിഹത്തായ പെണ്ണ്. ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയ എടാ കോടാനി കോടി സ്വത്ത് കിട്ടുന്നതിനേക്കാളും ഏറ്റവും വലിയ സ്വത്ത് ഇങ്ങനത്തെ ഒരു പെണ്ണ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിക്കും സിറാജ് ഉസ്താദെ കല്യാണം കഴിഞ്ഞില്ലേ ഉസ്താദെ, ഞാൻ എന്നാ ചെയ്യാനാ? സംഘാടകർ ബക്കറ്റ് എടുത്ത് ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ടൊരു സദക്ക എടുക്ക്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, സദക്ക കൊടുക്ക് സഹോദര, അള്ളാഹു നിന്റെ ഭാര്യയെ സാലിഹത്താക്കി തരും. മോനെ, എടാ അധികാരം കിട്ടുന്നതിലൊന്നുമല്ല, വലിയ ആളാകുന്നതിലൊന്നുമല്ല, സ്വന്തം ഭാര്യ സ്നേഹനിധിയായ ഒരു പെണ്ണാണെങ്കിൽ അതാ ഏറ്റവും വലിയ സമാധാനം. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ മുസാഫത്ത് ചെയ്യാൻ അവരെന്നോട് പറഞ്ഞു, മുസാഫത്ത് ഞാൻ അതിനുള്ള അർഹനല്ല. സംഘാടകർ ബക്കറ്റ് എടുക്കുക, നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. പാപ്പാ, നിന്റെ ജീവിതം ചിന്തിക്ക്, വലിയ വീടുണ്ട്, കാറുണ്ട്, പണമുണ്ട്, മക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്, പക്ഷെ സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? നിന്റെ ഭാര്യ നന്നാകണം, നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണോ? സദക്ക കൊടുക്ക്. തെളിവ് ഞാൻ പറഞ്ഞു തരാം. മനസ്സറിഞ്ഞിട്ടൊരു സദക്ക. അള്ളാഹുവെ പടച്ചവനെ, കരുണക്കടലായ അള്ളാഹുവെ, ആരെല്ലാം സദക്ക കൊടുക്കുന്നോ ഈ പാവങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നീ നൽകണേ അല്ലാ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകണേ അല്ലാ. അസ്സദഖത്തു റദ്ദുൽ ബലാ. മോനെ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. ക്യാൻസറിനെ മാറ്റാൻ നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് കഴിയും. അത് വന്നതിന് ശേഷം കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ കൊടുക്കുന്നതല്ലേ. മനസ്സറിഞ്ഞിട്ട് കൊടുക്ക്. എല്ലാ ശർറും എല്ലാ മുസീബത്തും ഏത് മാരക രോഗവും നിന്റെ ഏത് പ്രയാസവും ഈ മഹാനല്ലേ ഇവിടെ കിടക്കണേ. എന്തിനാ ചങ്ങാതി പേടിക്കണേ? ഒരുപാട് കൊല്ലം കൊണ്ട് നടക്കല്ലേ. അതങ്ങിട്ട് മനസ്സിൽ കരുതിയിട്ട് അല്ലാഹുവേ ഒരു പരിഹാരം താ അല്ലാ, ഒരു പരിഹാരം താ അല്ലാ എന്ന നീയത്തോടെ മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു നല്ല സദക്ക. ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതി സ്പീഡ് ഇത്തിരി കുറയ്ക്ക. എന്താ ഇപ്പൊ ചങ്ങാതി? ചങ്ങായി വിളിച്ചേ, നീല ഉടുപ്പ്. നിങ്ങൾ രണ്ടുപേരും ബക്കറ്റ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മോളെ കെട്ടിക്കാനോ വീട് വെക്കാനോ അല്ല, ഒരു നന്മയ്ക്ക് വേണ്ടിയാ. അതുകൊണ്ട് എല്ലാവരും സമാധാനത്തോടു കൂടി കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ 12 മണിയായത് ഞാൻ അറിഞ്ഞില്ല. ഇടയ്ക്ക് നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായേ. ഞാൻ എത്ര മണിക്ക് നിർത്താന്നാ പറഞ്ഞേ? 11:30 നിർത്താന്നാ പറഞ്ഞേ. ഞാൻ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. അള്ളാഹു പുറത്തേരുമാറാകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. എന്തിപ്പാ നിങ്ങൾ ഇരിക്കുമെങ്കിൽ ആ മണിയറയുടെ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ഒരു 15 മിനിറ്റും കൂടി ഇരിക്കുവോ? ഇരിക്കോ? നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈവന്തരുമാറാകട്ടെ. ഒരാടിന്റെ തോലുണ്ടായിരുന്നു അലിയാര് തങ്ങൾക്ക്. ആ ആടിന്റെ തോല് തറയി വിരിച്ചിട്ട് ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും അതിന്റെ മുകളിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. ഏറ്റവും വലിയ ആടാണെങ്കിലും അതിന്റെ തോലിന് എത്ര വീതി ഉണ്ടാകും? ഒരാടിന്റെ തോല് തറയിൽ വിരിച്ചിട്ട് അതിന്റെ മുകളിലായി ഇവർ രണ്ടുപേരും കിടക്ക. രാവിലെയായ ഈ തോലെടുത്തോണ്ട് പോയിട്ട് അലിയാര് തങ്ങൾ കുതിരയുടെ മുന്നിൽ വെക്കും. തീറ്റി ഇട്ട് കൊടുക്കണം അതിനകത്താ, തീറ്റി ഇട്ട് കൊടുക്കുന്നത് അതിനകത്താ. ഇത്രയും പാവപ്പെട്ടവൻ അലിയാര് തങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്യാണം കഴിച്ച മകളെ കാണാൻ പോയി. കെട്ടിച്ചു വിട്ട മകളുടെ വീട്ടിലേക്ക് ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പോയപ്പോ ആദ്യമായിട്ട് കാണാൻ പോയതാ. ഫാത്തിമ കരഞ്ഞോണ്ടാ വരണേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. കരയ